ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്കിങ് കമ്പനീസിലെ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെ കീപ്പ് ചെയ്യണം എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഫൈനൽ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് ഇന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഫോമാറ്റിൻ്റെ ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ജസ്റ്റ് എങ്ങനെ ചെയ്യണമെന്ന് പ്രോബ്ലം അടുത്തതിൽ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫോം ബി പ്രകാരമുള്ള ഫോമാറ്റാണ് ബാങ്ക് യൂസ് ചെയ്യുന്നത്. ഒരു വേർട്ടിക്കൽ ഫോമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇൻകം ഒക്കെ എഴുതിയിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എങ്ങനെ നോക്കുക. ആദ്യം ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകംസ് ഒക്കെ എഴുതുക, അതിൽ നിന്ന് എക്സ്പെൻസസ് ഒക്കെ മൈനസ് ചെയ്യുക. അപ്പോൾ എന്നിട്ട് പോസിറ്റീവ് എമൗണ്ട് ആണെങ്കിൽ പ്രോഫിറ്റ്, നെഗറ്റീവ് എമൗണ്ട് ആണെങ്കിൽ ലോസ്, അല്ലേ? അത് തന്നെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആദ്യം ബാങ്കിൻ്റെ ഇൻകം ഒക്കെ എഴുതുക, അതിൻ്റെ ടോട്ടൽ എഴുതുക, എന്നിട്ട് എക്സ്പെൻഡിച്ചർ എഴുതിയിട്ട് ബാങ്കിൻ്റെ എക്സ്പെൻസസ്. ബാങ്കിൻ്റെ ഇൻകം എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഇൻട്രസ്റ്റ് ഒരു കാര്യപ്പെട്ട ഇൻകം ആണ്, അല്ലേ? അതുകൊണ്ട് അതിന് വേറെ തന്നെ ഹെഡാണ് ഇൻട്രസ്റ്റ് ഏൺഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് ലോണൊക്കെ കൊടുത്താൽ ബാങ്കിന് ഇൻട്രസ്റ്റ് കിട്ടും, ബാങ്കിൻ്റെ കാര്യപ്പെട്ട വരുമാനമാണ് അതല്ലേ. അപ്പം ഇൻട്രസ്റ്റ് ഏൺഡ് എന്തൊക്കെയാണ്, കുറേ ഐറ്റംസ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഏൺഡ് എല്ലാം കൂടെ ഇതിൽ എഴുതിയാൽ ഇത് കാണാൻ ഒരു വൃത്തിയും ഉണ്ടാവില്ല, ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഓരോന്ന് എഴുതാനും ഓരോ ഷെഡ്യൂൾ വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഏൺഡ് എന്നുള്ള ഹെഡിങ്ങിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇൻട്രസ്റ്റ് ഏൺഡ് ഒക്കെ എഴുതുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ഓക്കെ. അതേപോലെ ഇൻട്രസ്റ്റ് അല്ലാത്ത ബാക്കി ഏർണിങ്സ് ഒക്കെ, ബാക്കി ഇൻകംസ് ഒക്കെ ഷെഡ്യൂൾ 14 എഴുതുക. ഓക്കെ. അതിൻ്റെ ടോട്ടലാണ് നമ്മളിവിടെ എഴുതുക. അപ്പോൾ ഇൻകം ഒക്കെ ഇവിടെ എഴുതി, അതിൻ്റെ ടോട്ടൽ എഴുതി. അതുപോലെ എക്സ്പെൻസസ് ഒക്കെ ഇവിടെ എഴുതി, അതിൻ്റെ ടോട്ടൽ എഴുതി. ഓക്കെ. എക്സ്പെൻസസിലും ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് വരും. കാരണം എന്താ, ബാങ്കിന് എക്സ്പെൻസസിലും ഇൻട്രസ്റ്റ് ഉണ്ട്. ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകൾക്ക് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. FD ഒക്കെ ഇട്ടവർക്ക് കൂടുതൽ കൊടുക്കണം. എത്രയായാലും ബാങ്കിന് ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഒക്കെ ഷെഡ്യൂൾ 15 എക്സ്പെൻസസ് ആയിട്ടുള്ള ഇൻകമാണ്. ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ് എന്ന് പറഞ്ഞ ഷെഡ്യൂൾ 15 ഓരോരോ ഐറ്റംസ് എഴുതി അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ഓക്കെ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതായത് ഇൻട്രസ്റ്റ് അല്ലാതെ ബാക്കി ബാങ്ക് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. ബാങ്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ബാങ്കിൻ്റെ എംപ്ലോയീസിന് സാലറി കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം, ബാങ്കിൻ്റെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ഓഡിറ്റേഴ്സ് ഫീസ്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ഇൻഷുറൻസ്, റിപ്പയർസ്, പോസ്റ്റേജ്, ഇതെല്ലാം കൂടെ എഴുതിയിട്ട് ഷെഡ്യൂൾ 16 എഴുതുക. ക്വസ്റ്റ്യനിലുള്ള ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഷെഡ്യൂൾ 16 എഴുതിയിട്ട് അതിൻ്റെ ടോട്ടൽ വേണം നമ്മൾ ഇവിടെ എഴുതാൻ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എന്നിട്ട് ഷെഡ്യൂൾ 16 എഴുതിയിട്ട് ഇവിടെ എഴുതാൻ. പിന്നെ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻസീസ്, എന്തെങ്കിലും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യവസ്ഥ പ്രകാരം എക്സ്ട്രാ വ്യവസ്ഥകളുണ്ട്, അതിന് പ്രകാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ അതും എഴുതാം. ഡിപ്രിസിയേഷനോ എന്തെങ്കിലും. ഓക്കെ. അപ്പോൾ ഇൻകം ഒക്കെ എഴുതി അതിൻ്റെ ടോട്ടൽ എഴുതു, എക്സ്പെൻസസ് എഴുതി അതിൻ്റെ ടോട്ടൽ ഇവിടെ ഇട്ടു. എന്നിട്ട് അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. അതിവിടെ എഴുതാം. പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് എഴുതിയ ഹെഡിങ് എഴുതിയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ ഇയർ, ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് 1 - 2, അല്ലേ? അതിൻ്റെ ഡിഫറൻസ് ഇവിടെ എഴുതി. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് ബ്രോട്ട് ഫോർവേഡ്, അതായത് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റോ ലോസോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ, അപ്പോൾ അതും കൂടെ ഇവിടെ എഴുതണം. പറഞ്ഞിട്ടില്ലെങ്കിൽ എഴുതണ്ട, ഇത് തന്നെ നേരെ ഇവിടേക്ക് എഴുതിയെടുത്താൽ മതി. അപ്പോൾ പ്രോഫിറ്റോ ലോസോ എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, എന്തെങ്കിലും എക്സ്ട്രാ അപ്രോപ്രിയേഷൻസ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ഏതെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ എഴുതണം. അതായത് 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് എന്തായാലും മാറ്റി വെക്കണം പ്രോഫിറ്റിൻ്റെ എന്നാണ് റൂൾ. ബാങ്കിൻ്റെ പ്രോഫിറ്റിൻ്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് 25% എത്ര കാലം എടുത്ത് വെക്കണം എന്നാണ് റൂൾ. ബൈ ലോ 25% മാറ്റി വെക്കണം. ഏതുവരെ? ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലും സ്റ്റാറ്റ്യൂട്ടറി റിസർവും സെയിം ആവുന്ന വരെ. അതിലും കൂടാൻ പാടില്ല. ബാങ്കിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാവാൻ പാടില്ല എന്തായാലും ബാങ്ക് മാറ്റി വെക്കുന്ന റിസർവ്. ഓക്കെ. അപ്പോൾ ആ 25% എഴുതുക. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ടു അതർ റിസർവ്, വേറെ ഏതെങ്കിലും റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതും കൂടി എഴുതുക. പറഞ്ഞിട്ടില്ലെങ്കിൽ എഴുതണ്ട. എന്നിട്ട് ഈ 25% ഇതിൻ്റെ ഇവിടെ കാണുന്ന എമൗണ്ടിൻ്റെ 25% കണ്ടിട്ട് ഇവിടെ എഴുതി. ഇനി ബാക്കി എമൗണ്ട് ഇതിൽ നിന്ന് 25% റിസർവിലേക്ക് എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി, അതായത് ദിസ് എമൗണ്ട് മൈനസ് ദിസ് എമൗണ്ട്, ആ എമൗണ്ടാണ് ഇവിടെ എഴുതുക.
എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ, ബാലൻസ് ക്യാരീഡ് ഓവർ ടു ബാലൻസ് ഷീറ്റ്, ബാക്കിയാണ് ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇത് രണ്ടും കൂടിയുള്ള ടോട്ടൽ, അതായത് ഈ എമൗണ്ട് തന്നെ ഇവിടെ എഴുതുക. അതായത് ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ചെയ്ത എമൗണ്ടും റിസർവിലേക്ക് കൊടുത്ത എമൗണ്ടും കൂടി ടോട്ടൽ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വളരെ ഈസിയാണ്. ഷെഡ്യൂൾ 13, 14, 15, 16 അങ്ങനെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓരോ ഐറ്റം വായിക്കുമ്പോഴും 13ലേക്കാണോ എഴുതുന്നത് 14ലേക്കാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടിയ ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഏൺ. ഈ 13ഉം 14ഉം എന്താണ്, ഇങ്ങോട്ട് കിട്ടിയ ഇൻകംസ് എഴുതാനുള്ള ഷെഡ്യൂളാണ്. 15ഉം 16ഉം എക്സ്പെൻസസ് എഴുതാനുള്ള ഷെഡ്യൂളാണ്. 13 ഇൻട്രസ്റ്റ് ഏൺഡാണ്, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയ ഇൻകമാണ്. 15 ഇൻട്രസ്റ്റ് ആയിട്ട് ഉള്ള എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസിലുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ആണ് 15. ഓക്കെ, ഇത് ഇങ്ങോട്ട് കിട്ടിയ ഇൻട്രസ്റ്റ്. അപ്പോൾ 13ഉം 14ഉം ഉള്ളതിൽ രണ്ടും ഇൻകം, ഇത് രണ്ടും എക്സ്പെൻസസ്. ഇൻകത്തിൽ ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം ആദ്യത്തേത് മാറ്റി വെച്ചു, ഇൻട്രസ്റ്റ് അല്ലാത്ത ബാക്കിയൊക്കെ 14ൽ. അതേപോലെ 15ഉം 16ലും ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രം 15 അങ്ങോട്ട് കൊടുക്കാനുള്ള ഇൻട്രസ്റ്റാണ് എക്സ്പെൻസ്. ബാക്കിയൊക്കെ അതർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ, ബാങ്കിൻ്റെ ഓപ്പറേറ്റിങ്ങിന് ചിലവായ എക്സ്പെൻസസ് ഒക്കെ ഓപ്പറേറ്റിംഗ് ഇതിലെഴുതുക. ഓക്കെ, ഓരോ ഐറ്റം വായിച്ചാൽ തന്നെ അറിയാം. കറണ്ട് ഇയർ, പ്രീവിയസ് ഇയറിന് എന്താണെന്ന് വെച്ചാൽ കറണ്ട് ഇയറിൽ എഴുതിയാൽ മതി. പ്രീവിയസ് ഇയറിൽ എന്തെങ്കിലും തന്നതാണെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെയുണ്ട് പ്രീവിയസ് ഇയർ.